കാറ്റിലെഴുതിയ പേര്. ആലപ്പുഴയിലെ ബാക്ക് വാട്ടറുകളുടെ നിശബ്ദതയിൽ ഒരു വൈകുന്നേരം. സൂര്യൻ മങ്ങിത്തുടങ്ങുന്ന സമയം. ദേവിക ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫർ, ലോകം മുഴുവൻ സഞ്ചരിച്ചവൾ. പക്ഷേ സ്വന്തം നാട്ടായ ആലപ്പുഴയിലേക്ക് തിരിച്ചുവന്നത് അമ്മയുടെ അസുഖം കാരണം. അന്നവൾ ഒറ്റയ്ക്കൊരു ചെറിയ ബോട്ടിൽ കയറി. പച്ച നിറമുള്ള നീരും തേങ്ങിൻതോപ്പുകളും, ദൂരെയായി നീങ്ങുന്ന ഒരു ഹൗസ് ബോട്ടും. അവൾ ക്യാമറ ഉയർത്തി ചിത്രമെടുക്കുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം. ആ പ്രകാശം പിടിക്കണമെങ്കിൽ കുറച്ചിടത്തേക്ക് മാറണം. അവൾ തിരിഞ്ഞുനോക്കി. അരുൺ, നാട്ടിലെ ഒരു ബോട്ട് മെക്കാനിക്. സാധാരണ വസ്ത്രം, പക്ഷെ കണ്ണുകളിലൊരാഴം. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി അറിയാമോ? ദേവിക ചോദിച്ചു. അവൻ ചിരിച്ചു. എനിക്ക് പ്രകാശമറിയാം, അതിന്റെ സമയമറിയാം. അന്നു മുതൽ ഓരോ സന്ധ്യയും അവർ കൂടിക്കാഴ്ച നടത്തി. അരുൺ ദേവികയെ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിന്റെ കുറച്ചറിയപ്പെടാത്ത ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും. അവൾ ചിത്രങ്ങളെടുക്കും, അവൻ കഥകൾ പറയും. അരുണിന്റെ സ്വപ്നം ചെറുതായിരുന്നു, ഒരു സ്വന്തം ബോട്ട് വർക്ക്ഷോപ്പ്. ദേവികയുടെ സ്വപ്നം വലിയതായിരുന്നു, അന്താരാഷ്ട്ര ഫോട്ടോ എക്സിബിഷൻ. നമ്മുടെ സ്വപ്നങ്ങൾ ഒരേ ദിശയിലല്ല, ദേവിക ഒരിക്കൽ പറഞ്ഞു. ദിശ വേറെയായാലും ആകാശം ഒരേയല്ലേ? അരുൺ മറുപടി നൽകി. ഒരു ദിവസം ദേവികയ്ക്ക് ഒരു വലിയ അവസരം ലഭിച്ചു. പാരീസിൽ ഒരു ഫോട്ടോ പ്രദർശനം. അവൾ സന്തോഷവും ആശങ്കയും തമ്മിൽ കുടുങ്ങി. ഞാൻ പോയാൽ നമ്മൾ? അവൾ ചോദിച്ചു. അരുൺ അവളുടെ ക്യാമറയെടുത്തു. വെള്ളത്തിന്റെ മേൽ അവളുടെ പേര് വിരലാൽ എഴുതി. കാറ്റിത് മായ്ക്കും, പക്ഷെ നീ തിരിച്ചുവരുമ്പോൾ ഞാൻ വീണ്ടും എഴുതും. മാസങ്ങൾ കടന്നു. ദേവികയുടെ ഫോട്ടോകൾക്ക് വലിയ പ്രശംസ. പക്ഷെ അവളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഒരു ചിത്രം മാത്രം. സന്ധ്യാകാലത്ത് ബോട്ടിന്റെ അരികിൽ നിൽക്കുന്ന അരുൺ. ഒരു വർഷത്തിനുശേഷം അവൾ തിരിച്ചുവന്നു. അതേ ബാക്ക് വാട്ടർ, അതേ സന്ധ്യ. അരുൺ അവിടെ നിന്നിരുന്നു. ഈ പ്രാവശ്യം കാറ്റു മായ്ക്കാൻ അനുവദിക്കില്ല, അവൾ പറഞ്ഞു. അരുൺ ചിരിച്ചു. അപ്പോൾ കാറ്റിലെഴുതാതെ ഹൃദയത്തിലെഴുതാം. വെള്ളത്തിൽ അവരുടെ പ്രതിബിംബം ഒന്നായി ലയിച്ചു. ചില പ്രണയങ്ങൾ ദൂരങ്ങളിൽ തെളിയും, പക്ഷെ അവയുടെ വേരുകൾ എപ്പോഴും നാട്ടിലെ കാറ്റിൽ തന്നെയായിരിക്കും. ഒരു റെയിൽവേ ടിക്കറ്റിന്റെ പിന്നിൽ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ശാന്തമായ പുലർച്ചെ. മഞ്ഞുപടർന്ന പ്ലാറ്റ്ഫോം, ദൂരെയായി ട്രെയിൻ ഹോൺ. സിദ്ധാർത്ഥ് ഒരു ഫോട്ടോ ജേർണലിസ്റ്റ്. ജീവിതം മുഴുവൻ യാത്രകളിൽ, പക്ഷേ മനസ്സിലൊരു സ്ഥിരതയില്ലാത്ത ശൂന്യം. ആ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ കയറുമ്പോൾ അവന്റെ സീറ്റിൽ ആരോ ഇരിക്കുകയായിരുന്നു. അവൾ, നന്ദിത. ഇത് S523 അല്ലേ? അവൾ ചോദിച്ചു. അതെ, പക്ഷെ 24 നിങ്ങളുടേതായിരിക്കും. സിദ്ധാർത്ഥ് ചിരിച്ചു. ട്രെയിൻ സഞ്ചാരം തുടങ്ങി. ജനൽക്കരയിലിരുന്ന നന്ദിത പുറത്തേക്ക് നോക്കുകയായിരുന്നു. മഴത്തുള്ളികൾ ഗ്ലാസിൽ പതിച്ചു പാഞ്ഞുപോകുന്നു. നിങ്ങൾ എവിടേക്ക്? അവൻ ചോദിച്ചു. ഒരു അഭിമുഖം, പുതിയ ജീവിതം തുടങ്ങാൻ, അവൾ മറുപടി നൽകി. അവൾ ഒരു ക്ലാസിക്കൽ ഡാൻസർ. സ്വപ്നം വലിയ വേദി. സിദ്ധാർത്ഥ് അവളെ ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചു. എന്നെ ചിത്രമെടുക്കണ്ട, അവൾ ചിരിച്ചു. ഞാൻ ഓർമ്മയായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വാക്കുകൾ അവനെ സ്പർശിച്ചു. യാത്ര മുഴുവൻ അവർ സംസാരിച്ചു. അവളുടെ ബാല്യകാല നൃത്ത പരിശീലനം, അവന്റെ ലോകം ചുറ്റിയ കഥകൾ. ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇറങ്ങുമ്പോൾ നന്ദിത അവന്റെ കൈയിൽ ഒരു ചെറിയ റെയിൽവേ ടിക്കറ്റ് നൽകി. ഇത് സൂക്ഷിക്കൂ, അവൾ പറഞ്ഞു. ഒരിക്കൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയാൽ പിന്നിലെ കുറിപ്പ് വായിക്കാം. അവൾ തിരിഞ്ഞു നടന്നു. സിദ്ധാർത്ഥ് വർഷങ്ങൾക്ക് ശേഷം പോലും ആ ടിക്കറ്റ് തുറന്നു നോക്കിയില്ല. അവളൊരു ഓർമ്മയായി നിലനിൽക്കട്ടെയെന്ന് അവൻ വിചാരിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ ഒരു സാംസ്കാരിക പരിപാടിയിൽ വേദിയിലൊരു നർത്തകി. അവൾ നന്ദിത. ആ നൃത്തം അവസാനിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നേരെ അവനെ തേടി. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവൾ അടുത്തേക്ക് വന്നു. നീ ടിക്കറ്റ് തുറന്നോ? അവൾ ചോദിച്ചു. അവൻ തലകുലുക്കി. അവൾ ചിരിച്ചു. ഇപ്പോൾ തുറക്കൂ. അവൻ പഴയ പേഴ്സിൽ നിന്ന് മങ്ങിയ ടിക്കറ്റ് എടുത്തു. പിന്നിൽ എഴുതിയിരുന്നത്, നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയാൽ ഇപ്രാവശ്യം എന്നെ ഓർമ്മയായല്ല, ജീവിതമായി സൂക്ഷിക്കണം. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്പോൾ? അവൻ ചോദിച്ചു. നന്ദിത അവന്റെ കൈ പിടിച്ചു. ഇപ്പോൾ ട്രെയിൻ പോയിട്ടില്ല. ചില യാത്രകൾ ഒരു ലക്ഷ്യത്തിനല്ല, ഒരു മനുഷ്യനെ കണ്ടെത്താനാണ്. ഒരു റെയിൽവേ ടിക്കറ്റിന്റെ പിന്നിൽ ഒരു ജീവിതം കാത്തിരിക്കാം. ട്രെയിൻ ഹാർട്ട് ഇമോജി.